അധ്യായം 30. അർ-റൂം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 60. പ്രവാചകന്റെ കാലത്ത് അറബ് നാടുകൾ അടക്കി ഭരിച്ചിരുന്ന റോമാക്കാരാണ് ശീർഷകത്തിലെ ഉദ്ദേശ്യം. 2-ാം സൂക്തത്തിലാണ് അവരെക്കുറിച്ച് പരാമർശമുള്ളത്. മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ വർഷം, അഥവാ ക്രിസ്ത്വബ്ദം 615-ലാണ് ഇത് അവതീർണമായത്. അക്കാലത്ത് നടന്ന പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിൽ പരാജിതരായ റോമക്കാർക്ക് 10 വർഷത്തിനകം ഉണ്ടാകാൻ പോകുന്ന വിജയം പ്രവചിച്ച് മുസ്ലിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മർദ്ദന പീഡനങ്ങൾ അന്തിമമല്ലെന്നും നിലവിലുള്ള പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം സുഖവും അനായാസതയും വരാനിരിക്കുന്നുവെന്നും ശുഭസന്ദേശം നൽകുന്നു. അതോടൊപ്പം ശത്രുക്കളെ നിലവിലുള്ള അവസ്ഥ സുസ്ഥിരമല്ലെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് വിശ്വാസികൾക്കുള്ള സുവാർത്തയും സത്യനിഷേധികൾക്കുള്ള താക്കീതും ഉൾക്കൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. റോമക്കാർ പരാജിതരായിരിക്കുന്നു. അടുത്ത നാട്ടിലാണിതുണ്ടായത്. തങ്ങളുടെ പരാജയത്തിനു ശേഷം അവർ വിജയം വരിക്കും. ഏതാനും കൊല്ലങ്ങൾക്കകം ഇതുണ്ടാകും. മുമ്പും പിമ്പും കാര്യങ്ങളുടെ നിയന്ത്രണം അല്ലാഹുവിന്റെ കരങ്ങളിലാണ്. അന്ന് സത്യവിശ്വാസികൾ സന്തോഷിക്കും. അല്ലാഹുവിന്റെ സഹായത്താലാണിതുണ്ടാവുക. അവൻ ഇച്ഛിക്കുന്നവരെ അവൻ സഹായിക്കുന്നു. അവൻ പ്രതാപിയും പരമദയാലുവുമാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. അല്ലാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. പക്ഷേ മനുഷ്യരിലേറെ പേരും ഇതറിയുന്നില്ല. ഐഹിക ജീവിതത്തിന്റെ ബാഹ്യവശമേ അവരറിയുന്നുള്ളൂ. പരലോകത്തെപ്പറ്റി അവർ തീർത്തും അശ്രദ്ധരാണ്. സ്വന്തത്തെ സംബന്ധിച്ച് അവർ ചിന്തിച്ചിട്ടില്ലേ? ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും ശരിയായ ക്രമപ്രകാരവും കൃത്യമായ അവധി നിശ്ചയിച്ചുമല്ലാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരിലേറെ പേരും തങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുമെന്നതിനെ തള്ളിപ്പറയുന്നവരാണ്. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? അങ്ങനെ അവർക്കു മുമ്പുള്ളവരുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുന്നില്ലേ? അവർ ഇവരെക്കാളേറെ കരുത്തരായിരുന്നു. അവർ ഭൂമിയെ നന്നായി കിളച്ചുമറിച്ചിരുന്നു. ഇവരതിനെ വാസയോഗ്യമാക്കിയതിനേക്കാൾ പാർക്കാൻ പറ്റുന്നതാക്കുകയും ചെയ്തിരുന്നു. അവർക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരെ സമീപിച്ചു. അല്ലാഹു അവരോട് അക്രമം കാണിക്കുകയായിരുന്നില്ല, മറിച്ച് അവർ തങ്ങളോട് തന്നെ അക്രമം കാട്ടുകയായിരുന്നു. പിന്നീട് തിന്മ ചെയ്തവരുടെ അന്ത്യം അങ്ങേയറ്റം ദുരന്തപൂർണമായിരുന്നു. അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞതിനാലാണിത്, അവയെ അവഹേളിച്ചതിനാലും. സൃഷ്ടി ആരംഭിക്കുന്നത് അല്ലാഹുവാണ്. പിന്നീട് അവനത് ആവർത്തിക്കുന്നു. അവസാനം നിങ്ങളെല്ലാം അവങ്കിലേക്കു തന്നെ മടക്കപ്പെടും. അന്ത്യസമയം വന്നെത്തും നാളിൽ കുറ്റവാളികൾ പറ്റേ നിരാശരായിത്തീരും. അവർ അല്ലാഹുവിന് കൽപ്പിച്ചുവെച്ച പങ്കാളികളിൽ അവർക്ക് ശുപാർശകരായി ആരുമുണ്ടാവില്ല. അവരുടെ പങ്കാളികളെ തന്നെ അവർ തള്ളിപ്പറയുന്നവരായിത്തീരും. അന്ത്യസമയം വന്നെത്തും നാളിൽ അവർ പല വിഭാഗങ്ങളായി പിരിയും. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ പൂന്തോപ്പിൽ ആനന്ദപുളകിതരായിരിക്കും. എന്നാൽ സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെയും പരലോകത്തിലെ നാമുമായുള്ള സംഗമത്തെയും തള്ളിപ്പറയുകയും ചെയ്തവർ നോവേറിയ ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടും. അതിനാൽ നിങ്ങൾ വൈകുന്നേരവും രാവിലെയും അല്ലാഹുവിന്റെ വിശുദ്ധിയെ വാഴ്ത്തുക. ആകാശത്തും ഭൂമിയിലും അവന് തന്നെയാണ് സ്തുതി. വൈകുന്നേരവും ഉച്ചതിരിയുമ്പോഴും അവനെ വാഴ്ത്തുവിൻ. അവൻ ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തെടുക്കുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറപ്പെടുവിക്കുന്നു. ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം ജീവനുള്ളതാക്കുന്നു. അவ்விധം നിങ്ങളെയും പുറത്തു കൊണ്ടുവരും. നിങ്ങളെ
അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് നിങ്ങളിതാ മനുഷ്യരായി ലോകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവന്റെ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ്. അല്ലാഹു നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു, നിങ്ങൾക്ക് സമാധാനത്തോടെ ഒത്തുചേരാൻ. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി. ഇതൊക്കെയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. സംശയമില്ല, വിചാരശാലികളായ ജനത്തിന് ഇതിലെല്ലാം നിരവധി തെളിവുകളുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടി, നിങ്ങളുടെ ഭാഷകളിലെയും വർണ്ണങ്ങളിലെയും വൈവിധ്യം, ഇവയും അവന്റെ അടയാളങ്ങളിൽപ്പെട്ടവയാണ്. ഇതിലൊക്കെയും അറിവുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. രാപ്പകലുകളിലെ നിങ്ങളുടെ ഉറക്കവും നിങ്ങൾ അവന്റെ അനുഗ്രഹം തേടലും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. കേട്ടു മനസ്സിലാക്കുന്ന ജനത്തിന് ഇതിലും നിരവധി തെളിവുകളുണ്ട്. നിങ്ങൾക്ക് പേടിയും പ്രതീക്ഷയും ഉണർത്തുന്ന മിന്നൽ പിണർ കാണിച്ചു തരുന്നതും, മാനത്തുനിന്ന് വെള്ളമിറക്കിത്തന്ന് അതിലൂടെ ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം ജീവസുറ്റതാക്കുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയാണ്. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും ഇതിൽ ഒട്ടേറെ തെളിവുകളുണ്ട്. ആകാശഭൂമികൾ അവന്റെ ഹിതാനുസാരം നിലനിൽക്കുന്നുവെന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ അവൻ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു വിളി വിളിച്ചാൽ പെട്ടെന്നു തന്നെ നിങ്ങൾ പുറത്തുവരും. ആകാശഭൂമികളിലുള്ളവയെല്ലാം അവന്റേതാണ്, എല്ലാം അവന് വിധേയവും. സൃഷ്ടി ആരംഭിക്കുന്നത് അവനാണ്, പിന്നെ അവൻ തന്നെ അതാവർത്തിക്കുന്നു. അത് അവന് നന്നേ നിസ്സാരം. ആകാശത്തും ഭൂമിയിലും അത്യുന്നതാവസ്ഥ അവനാണ്. അവൻ പ്രതാപിയും യുക്തിജ്ഞനുമാണ്. നിങ്ങൾക്ക് അവൻ നിങ്ങളിൽ തന്നെ ഇതാ ഒരു ഉപമ വിവരിച്ചു തരുന്നു. നിങ്ങളുടെ അധീനതയിലുള്ള അടിമകൾ നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്തിൽ സമാവകാശികളായി കണ്ട് നിങ്ങൾ അവരെ പങ്കാളികളാക്കുന്നുണ്ടോ? സ്വന്തക്കാരെ പേടിക്കും പോലെ നിങ്ങൾ അവരെ പേടിക്കുന്നുണ്ടോ? ആലോചിച്ചറിയുന്ന ജനത്തിന് നാം ഇவ்விധം തെളിവുകൾ വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നാൽ അക്രമം പ്രവർത്തിച്ചവർ ഒരുവിധ വിവരവുമില്ലാതെ തങ്ങളുടെ തന്നെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുകയാണ്. അല്ലാഹു വഴിതെറ്റിച്ചവനെ നേർവഴിയിലാക്കുന്ന ആരുണ്ട്? അവർക്ക് സഹായികളായി ആരുമുണ്ടാവില്ല. അതിനാൽ ശ്രദ്ധയോടെ നീ നിന്റെ മുഖം ഈ ജീവിത ദർശനത്തിന് നേരെ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹു മനുഷ്യരെ പടച്ചത് ഏതൊരു പ്രകൃതിയിലൂന്നിയാണോ ആ പ്രകൃതി തന്നെയാണ് ഇത്. അല്ലാഹുവിന്റെ സൃഷ്ടിഘടനയ്ക്ക് മാറ്റമില്ല. ഇതുതന്നെയാണ് ഏറ്റവും ചൊവ്വായ മതം. പക്ഷേ ജനങ്ങളിലേറെ പേരും അതറിയുന്നില്ല. നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് മടങ്ങുന്നവരായി നിലകൊള്ളുക, അവനെ സൂക്ഷിക്കുക, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത്. അഥവാ തങ്ങളുടെ മതത്തെ ഛിന്നഭിന്നമാക്കുകയും പല കക്ഷികളായി പിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക. ഓരോ കക്ഷിയും തങ്ങളുടെ വശമുള്ളതിൽ സന്തുഷ്ടരാണ്. ജനങ്ങളെ വല്ല വിപത്തും ബാധിച്ചാൽ അവർ തങ്ങളുടെ നാഥനിലേക്ക് തിരിഞ്ഞ് അവനോട് പ്രാർത്ഥിക്കും. പിന്നീട് അല്ലാഹു അവർക്ക് തന്റെ അനുഗ്രഹം അനുഭവിക്കാൻ അവസരം നൽകിയാൽ അവരിലൊരു വിഭാഗം തങ്ങളുടെ നാഥനിൽ പങ്കുകാരെ സങ്കൽപ്പിക്കുന്നു. അങ്ങനെ അവർ നാം നൽകിയതിനോട് നന്ദികേട് കാണിക്കുന്നു. ശരി, നിങ്ങൾ സുഖിച്ചോളൂ, അടുത്തുതന്നെ എല്ലാം നിങ്ങൾ അറിയും. അതല്ല, അവർ അല്ലാഹുവോട് പങ്കുചേർത്തതിന് അനുകൂലമായി സംസാരിക്കുന്ന വല്ല തെളിവും നാം അവർക്ക് ഇറക്കിക്കൊടുത്തിട്ടുണ്ടോ? മനുഷ്യർക്ക് നാം വല്ല അനുഗ്രഹവും അനുഭവിക്കാൻ അവസരം നൽകിയാൽ അതിലവർ മതിമറക്കുന്നു. തങ്ങളുടെ തന്നെ കൈകൾ നേരത്തെ ചെയ്തുവെച്ചതു കാരണം വല്ല വിപത്തും ബാധിച്ചാലോ അതോടെ അവരതാ പറ്റേ നിരാശരായിത്തീരുന്നു. അവർ കാണുന്നില്ലേ, അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് ജീവിത വിഭവം വിപുലമാക്കുന്നത്?
അവനിച്ഛിക്കുന്നവർക്ക് ഇടുക്കം വരുത്തുന്നതും വിശ്വസിക്കുന്ന ജനത്തിന് തീർച്ചയായും അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിനാൽ അടുത്ത ബന്ധുക്കൾക്കും അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശം നൽകുക. അല്ലാഹുവിന്റെ പ്രീതി കൊതിക്കുന്നവർക്ക് അതാണുത്തമം. വിജയം വരിക്കുന്നവരും അവർ തന്നെ. ജനങ്ങളുടെ മുതലുകളിൽ ചേർന്ന് വളരുന്നതിനു വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശയുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ അടുത്ത് ഒട്ടും വളരുന്നില്ല. എന്നാൽ അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ വല്ലതും സകാത്തായി നൽകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് അതിനെ ഇരട്ടിപ്പിച്ച് വളർത്തുന്നവർ. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ടവൻ നിങ്ങൾക്ക് അന്നം തന്നു. പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും ജീവിപ്പിക്കും. ഇവയിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ സങ്കൽപ്പിച്ചു വെച്ച പങ്കാളികളിലുണ്ടോ? അവർ സങ്കൽപ്പിച്ചുണ്ടാക്കിയ പങ്കാളികളിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനും അത്യുന്നതനുമാണ് അവൻ. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും കുഴപ്പം പ്രകടമായിരിക്കുന്നു. അവർ ചെയ്തു കൂട്ടിയതിൽ ചിലതിന്റെയെങ്കിലും ഫലം ഇവിടെ വെച്ച് തന്നെ ആസ്വദിപ്പിക്കാനാണത്. അവർ ഒരു വേള നന്മയിലേക്ക് മടങ്ങിയെങ്കിലോ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്നിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന് നോക്കുക. അവരിലേറെ പേരും ബഹുദൈവാരാധകരായിരുന്നു. അതിനാൽ അല്ലാഹുവിൽ നിന്ന് ആർക്കും തടുത്തു നിർത്താനാവാത്ത ഒരു നാൾ വന്നെത്തും മുമ്പേ നീ നിന്റെ മുഖത്തെ സത്യവ്യവസ്ഥയ്ക്കു നേരെ തിരിച്ചു നിർത്തുക. അന്നാളിൽ ജനം പല വിഭാഗമായി പിരിയും. ആർ സത്യത്തെ തള്ളിപ്പറയുന്നുവോ ആ സത്യനിഷേധത്തിന്റെ ഫലം അവന് തന്നെയാണുണ്ടാവുക. വല്ലവരും സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർ തങ്ങൾക്കു വേണ്ടി തന്നെയാണ് സൗകര്യമൊരുക്കുന്നത്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് പ്രതിഫലം നൽകാൻ വേണ്ടിയാണിത്. സംശയമില്ല, അല്ലാഹു സത്യനിഷേധികളെ ഇഷ്ടപ്പെടുന്നില്ല. സന്തോഷസൂചകമായി കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അവന്റെ അനുഗ്രഹം നിങ്ങളെ ആസ്വദിപ്പിക്കുക. അവന്റെ ഹിതാനുസൃതം കപ്പൽ സഞ്ചരിക്കുക. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തേടാൻ അവസരമുണ്ടാവുക. അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരായിത്തീരുക. ഇതിനെല്ലാം വേണ്ടിയാണത്. നിനക്കു മുമ്പ് നാം നിരവധി ദൂതന്മാരെ അവരുടെ ജനതയിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു ചെന്നു. അപ്പോൾ പാപം പ്രവർത്തിച്ചവരോട് നാം പ്രതികാരം ചെയ്തു. സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാറ്റുകളെ അയക്കുന്നത് അല്ലാഹുവാണ്. അങ്ങനെ ആ കാറ്റുകൾ മേഘത്തെ ചലിപ്പിക്കുന്നു. അവൻ ഇച്ഛിക്കും പോലെ ആ മേഘത്തെ ആകാശത്ത് പരത്തുന്നു. അതിനെ പല കഷ്ണങ്ങളാക്കുന്നു. അപ്പോൾ അവയ്ക്കിടയിൽ നിന്ന് മഴത്തുള്ളികൾ പുറത്തു വരുന്നതായി നിനക്കു കാണാം. അങ്ങനെ അവൻ തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് ആ മഴയെത്തിച്ചു കൊടുക്കുന്നു. അതോടെ അവർ ആഹ്ലാദഭരിതരാകുന്നു. അതിനു മുമ്പ്, അഥവാ ആ മഴ അവരുടെ മേൽ പെയ്യും മുമ്പ് അവർ പറ്റേ നിരാശരായിരുന്നു. നോക്കൂ, ദിവ്യാനുഗ്രഹത്തിന്റെ വ്യക്തമായ അടയാളങ്ങൾ. ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം അവൻ എങ്ങനെയാണ് ജീവസുറ്റതാക്കുന്നത്? സംശയമില്ല, അതു ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. ഇനി നാം മറ്റൊരു കാറ്റിനെ അയക്കുന്നു. അതോടെ വിളകൾ വിളർത്ത് മഞ്ഞച്ചതായി അവർ കാണുന്നു. അതിനുശേഷവും അവർ നന്ദികെട്ടവരായി മാറുന്നു. നിനക്കു മരിച്ചവരെ കേൾപ്പിക്കാനാവില്ല. തീർച്ച, പിന്തിരിഞ്ഞു പോകുന്ന കാതുപൊട്ടന്മാരെ വിളി കേൾപ്പിക്കാനും നിനക്ക് സാധ്യമല്ല. കണ്ണുപൊട്ടന്മാരെ അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല. നമ്മുടെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അങ്ങനെ അനുസരണമുള്ളവരായി തീരുകയും ചെയ്തവരെ മാത്രമേ
നിനക്ക് കേൾപ്പിക്കാൻ കഴിയുകയുള്ളൂ. നന്നേ ദുർബലാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണ്. പിന്നീട് ആ ദുർബലാവസ്ഥയ്ക്കു ശേഷം അവൻ നിങ്ങൾക്ക് കരുത്തേകി. പിന്നെ ആ കരുത്തിനു ശേഷം ദൗർബല്യവും നരയുമുണ്ടാക്കി. അവൻ താനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ സകലതും അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുറ്റവനും. അന്ത്യനിമിഷം വന്നെത്തും നാളിൽ കുറ്റവാളികൾ ആണയിട്ട് പറയും, തങ്ങൾ ഒരു നാഴിക നേരമല്ലാതെ ഭൂമിയിൽ കഴിഞ്ഞിട്ടേയില്ല. ഇவ்விധം തന്നെയാണ് അവർ നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചിരുന്നത്. വിജ്ഞാനവും വിശ്വാസവും കൈവന്നവർ പറയും, അല്ലാഹുവിന്റെ രേഖയനുസരിച്ചുള്ള ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ നിങ്ങൾ അവിടെ കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ആ ഉയിർത്തെഴുന്നേൽപ്പ് നാൾ എത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അതേപ്പറ്റി അറിഞ്ഞിരുന്നില്ല. അന്ന് അക്രമം കാണിച്ചവർക്ക് തങ്ങളുടെ ഒഴികഴിവ് ഒട്ടും ഉപകരിക്കുകയില്ല. അവരോട് പശ്ചാത്താപത്തിന് ആവശ്യപ്പെടുകയുമില്ല. ജനങ്ങൾക്കായി ഈ ഖുർആനിൽ നാം എല്ലാതരം ഉപമകളും സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നീ എന്തു തെളിവുമായി അവരുടെ അടുത്തു ചെന്നാലും സത്യനിഷേധികൾ പറയും, നിങ്ങൾ കേവലം അസത്യവാദികളല്ലാതാരുമല്ല. കാര്യം ഗ്രഹിക്കാൻ ഒരുക്കമില്ലാത്തവരുടെ ഹൃദയങ്ങൾ അല്ലാഹു ഇவ்விധം അടച്ചുപൂട്ടി മുദ്രവെക്കുന്നു. അതിനാൽ നീ ക്ഷമിക്കൂ. അല്ലാഹുവിന്റെ വാഗ്ദാനം തീർത്തും സത്യം തന്നെ. ദൃഢവിശ്വാസമില്ലാത്ത ജനം നിനക്കൊട്ടും ചാഞ്ചല്യം വരുത്താതിരിക്കട്ടെ.